അപ്പോൾ ഗൈസ് വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് നമ്മൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് പറയുമ്പോൾ ഇന്നാണ് നമുക്ക് സ്കൂളിൽ നിന്ന് ടൂർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയ കാരണം ഇവിടെ വന്നപ്പോൾ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ മൊത്തം നിറച്ച ആൾക്കാരായി. എല്ലാവരും അവിടെ എണ്ണമൊക്കെ എടുത്ത് നിൽക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി വന്നു. സമയത്തിന്റെ പ്രശ്നം കാരണം നമ്മൾ എൻട്രിയുടെ വീഡിയോ ആഡ് ചെയ്തിട്ടില്ല. എന്താണേലും എല്ലാവരും നേരെ വണ്ടിക്കകത്ത് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. പേര് വിളിച്ച് കയറ്റുന്ന കാരണം ലാസ്റ്റാണ് നമുക്ക് കയറാൻ പറ്റിയത്. കയറിയപ്പോൾ തൊട്ട് കുറേ എണ്ണങ്ങളൊക്കെ തുള്ളി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ക്യാബിന് സീറ്റ് പിടിക്കുക എന്നുള്ളതായിരുന്നു. അത് ഞാൻ നേരെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പുറത്ത് ഗേൾസിന്റെ വണ്ടി വിട്ടപ്പോൾ ഞങ്ങൾ ഇവിടെ എണ്ണ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ ഞങ്ങൾ പാലക്കാട് എത്തി ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയേക്കുവാണ്. ഇവിടെ നോക്കുമ്പോൾ എല്ലാവരും നല്ല രീതിക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടിയത് ബിരിയാണി ആയിരുന്നു. കഴിച്ചിട്ട് വന്നപ്പോൾ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞ് ക്യാബിന് ഇരുന്നോണോ. അവിടെ കുറെ നേരം വായി നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഊട്ടിയിലേക്ക് എത്താറായി. ഇപ്പൊ നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുത്തപ്പോൾ തന്നെ കറക്റ്റ് എനിക്ക് കിട്ടിയത് ഒരു കുരങ്ങനെയായിരുന്നു. ഇപ്പൊ തന്നെ നമുക്ക് നല്ല തണുത്ത കാറ്റടിച്ചു തുടങ്ങിയിട്ടുണ്ട്. വന്ന് ഇപ്പോൾ ആൾക്കാർ മൊത്തം ക്യാബിനിലാണ് കൂടിയേക്കുന്നത്. 7 പേരുണ്ട് ഇപ്പോൾ ക്യാബിനിൽ തന്നെ. പിന്നെ നമ്മൾ നേരെ സമയമില്ലാത്തതുകൊണ്ട് തന്നെ വേഗം നേരെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് വിട്ടു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പകുതി എണ്ണവും വിറച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് മാത്രം അധികം തണുപ്പൊന്നും തോന്നില്ലായിരുന്നു. ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയപ്പോൾ ഞാൻ ഒരു കോഫി വാങ്ങിച്ച് കുടിച്ചു. തണുപ്പത്ത് ചൂട് കുടിച്ചുകൊണ്ടാന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ തിരിച്ച് ബസ്സിലേക്ക് നടന്നു. പക്ഷെ നമ്മൾ പോയ വഴി തെറ്റിപ്പോയി. അതുകൊണ്ട് പറഞ്ഞ സമയത്ത് എത്താൻ പറ്റിയില്ല. തിരിച്ചു പോരുന്ന വഴിക്ക് നമ്മൾ ഖലീഫയുടെ വള്ളവണ്ടി കണ്ടു. പിന്നെ റൂമിൽ വന്നപ്പോൾ എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങി. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ഇനി ബാക്കി ദിവസത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇനി പിന്നെ